ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് അടുത്ത പണിയും കിട്ടി. വണ്ടിയുടെ ടയറും പഞ്ചറായി. അതുപോലെ തന്നെ ബ്രേക്ക് വീലിൽ പിടിക്കുന്ന പ്രശ്നം വീണ്ടും വന്നു. വീലിൽ ബ്രേക്ക് പിടിക്കുന്ന പ്രശ്നം കുഞ്ഞു തന്നെ ശരിയാക്കിയിട്ട് നമ്മൾ അടുത്തുള്ള പെട്രോൾ പമ്പിലോട്ട് പോയി. പെട്രോൾ പമ്പ് ഓപ്പൺ ആണ്, പക്ഷെ എയർ അടിക്കുന്ന ആൾ അവിടെ ഇല്ല. ഇതൊക്കെ എന്ത്, ഇതിനെക്കാലം വലുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കുഞ്ഞു ഇവിടെ എയർ അടിച്ചു തുടങ്ങി. ഇതൊക്കെ എന്ത്? പിന്നെ അവിടുന്ന് റൂമിലോട്ട് പോകുന്ന വഴിയിൽ പഞ്ചർ കടയൊക്കെ നോക്കി, പക്ഷെ അതൊന്നും കണ്ടില്ല. പഞ്ചർ കട നോക്കി നമ്മൾ അവസാനം റൂമിന്റെ ഫ്രണ്ടിലെത്തി. റൂമിനകത്ത് കയറി പോലുമില്ല, അതിന് മുന്നേ ബണ്ണി വീണു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. റൂമിനകത്ത് കയറിയപ്പോ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരു ഇളക്കം അങ്ങ് ഇളവി. കുറെ നേരം റൂമിനകത്ത് കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ശേഷം നമ്മളിപ്പോ കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോ തന്നെ ഒരു തട്ടുകട കണ്ടു. അവിടുന്ന് നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിച്ചു. ഒരു കുഞ്ഞു കടയാണെങ്കിലും ഫുഡ് അടിപൊളിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചെന്നപ്പോഴാണ് മനസ്സിലായത് വണ്ടി ഇനി ഓടത്തില്ല. ഒന്നേ സ്റ്റെപ്പിന് എടുത്തിടണം, ഇല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കണം. നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ച് ഒരു കട കണ്ടുപിടിച്ചു. പക്ഷെ അതുവരെ പോകണമെങ്കിൽ സ്റ്റെപ്പിന് ഇടണം. അവിടെയും കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. കാരണം ജാക്കി വളയുന്നതല്ലാതെ വണ്ടി പൊങ്ങുന്നില്ല. വേറെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ കല്യാണത്തിന് വന്ന വേറൊരു ടൊയോട്ടോ ക്രിസ്റ്റയുടെ ജാക്കി വെച്ചാണ് നമ്മൾ സ്റ്റെപ്പിന് മാറ്റിയത്. സ്റ്റെപ്പിന് അത്ര നല്ല കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പിന് വിട്ട് തിരിച്ച് ട്രിവാൻഡ്രം വരെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പഞ്ചറായ ടയറും കൊണ്ട് പഞ്ചർ ഒട്ടിക്കാനായിട്ട് കടയിലെത്തി. പഞ്ചർ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 2 3 പഞ്ചർ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പഞ്ചറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഓക്കെ, ബൈ.